ഹലോ എവരിവൺ, ക്യാൻവയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു പോസ്റ്റർ ക്യാൻവയിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കാട്ടോ. നമ്മൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ സൈസിലുള്ള ഒരു പേജ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫോട്ടോ നമ്മൾ മോഡലായിട്ട് ഉപയോഗിക്കുന്ന ഫോട്ടോയാണ് അതിവിടെ കൊണ്ടുവന്നിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫസ്റ്റ് ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു സൈഡിൽ അതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എലമെൻറ്റ്സിൽ പോവാം. ഈ സൈഡിൽ കാണുന്ന ഈ ഒരു സംഭവമാണ് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് കളർഫുൾ ഷേപ്സ് ഫോർ കോർണർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടും കോർണറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു സംഭവമാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ അതേപോലെയുള്ള പോസ്റ്ററല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് അതൊരു മോഡൽ പോലെ നമ്മൾ യൂസ് എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനിതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു എലമെൻറ്റിൻ്റെ കളറ് ഞാനൊന്ന് വയലറ്റ് ആൻഡ് ബ്ലൂയിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. നമുക്ക് ക്യാൻവയിലെ ലോഗോക്ക് മാച്ചാക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, ഞാൻ കളർ മാറ്റി കൊടുത്തു. ഇനി ഞാനിതിൻ്റെ ആ ഒരു ആരോ കൊടുത്തിട്ട് ഇതൊന്ന് ചെരിച്ച് കൊണ്ടുവരികയാണ്. എനിക്കിത് മറ്റേ മുകളിലുള്ള കോർണറിലാണ് വെക്കാനുള്ളത്. അപ്പോൾ ഞാനത് താഴേക്ക് വരുന്ന രീതിയിലാക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനത് ആ കോർണറിൽ കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. നമ്മൾ ക്യാൻവയിൽ ചെയ്യുമ്പോൾ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം ചെയ്ത ഡിസൈനുകൾ പിന്നെ കിട്ടണമെന്നില്ല, പിന്നെ നമ്മൾ ഒരുപാട് തിരയണം. അതുകൊണ്ടാണ് ഞാൻ അതേപോലെ മോഡൽ ചെയ്യുന്നത് കേട്ടോ. അതേ എലമെൻറ്റ്സുകൾ ഇനി കിട്ടാൻ കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കൊണ്ട് വന്നിട്ട് ഈ ഒരു കോർണറിലായിട്ട് വെച്ച് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഭാഗം അതാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും എലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ പോയിട്ട് സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റുഡൻറ്റുകൾ സ്റ്റഡി ചെയ്യുന്ന ഒരുപാട് ഗ്രാഫിക്സുകൾ വരും. അതിൽ നിന്ന് ഞാനിതാ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനത് എനിക്ക് വേണ്ട ഈ ഒരു പൊസിഷനിൽ കൊടുത്തിട്ട് വെച്ച് കൊടുത്തു. അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുത്തു. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പിക്ചറിന് അതായത് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ബ്രോഷറിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഒരു റൗണ്ട്, അവർ നിൽക്കുന്ന ഭാഗത്ത് കാണുന്ന ഒരു വയലറ്റ് കളറിലുള്ള റൗണ്ട് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും എലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ പോവുക. എന്നിട്ട് ഷേപ്പ് എന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അതിൽ നിന്നും നമ്മൾ റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തെടുത്തു. ഇനി ഞാനതിനെ അതിൽ കാണുന്നത് പോലെയുള്ള ഒരു ഷേപ്പ് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളതിൻ്റെ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ അതൊരു ഷേപ്പാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തപ്പോൾ വന്നത്. ഇനി ഇതിൻ്റെ നടുവിൽ കാണുന്ന അതായത് ഈ വലത്തേ സൈഡ് ഭാഗത്ത് കാണുന്ന ഈ ഒരു ഭാഗത്ത് നടുഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു മാർക്ക് അത് പിടിച്ചിട്ട് ജസ്റ്റ് നീക്കി കൊടുക്കുക. അപ്പോൾ അതൊരു നീണ്ട ഗോളായിട്ട് മാറും. എന്നിട്ട് ആ മുകളിൽ കാണുന്നത് പിടിച്ചിട്ട് നമ്മൾ അടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ജസ്റ്റ് ഒന്നുകൂടി ക്രോപ്പായിട്ട് ആ വൃത്തം ഒന്നുകൂടി പരന്ന രീതിയിലായിരിക്കും. എന്നിട്ട് ആ കോർണർ പിടിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ചെറുതാവും. ഇതാണ് അതിൻ്റെ രീതി. ഓക്കെ, ഇനി ഞാനത് എനിക്ക് വേണ്ട പൊസിഷനിൽ കൊടുത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് ലെയേഴ്സ് എന്ന ഓപ്ഷനിൽ പോയിട്ട് അതിനെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ രണ്ട് വ്യക്തികൾ എടുക്കുന്നതിൻ്റെ അടിയിലേക്കാക്കി വെച്ചു. ഇപ്പോൾ അത് അവരെടുക്കുന്ന ആ ഒരു നിലയിലായി. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ ക്യാൻവയുടെ ലോഗോ ആണ്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു പോസ്റ്ററിൽ ഈ ക്യാൻവയുടെ ലോഗോ ഉണ്ട്. അപ്പോൾ അതാണ് ഇനി അടുത്തായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റർ ഈ സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരെ എലമെൻറ്റ്സിൽ പോകുന്നു. ക്യാൻവ ലോഗോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ ക്യാൻവേൻ്റെ ലോഗോ വരും. അപ്പോൾ ഇതിൽ ആനിമേഷൻ ലോഗോസൊക്കെ ഉണ്ട്. നമുക്ക് സാധാ ടെക്സ്റ്റ് ഉള്ള ലോഗോ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് എനിക്ക് വേണ്ട സൈസിൽ ഞാൻ കറക്റ്റാക്കി ചെറുതാക്കി വെച്ച് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു പോസ്റ്ററിനെ ഒന്ന് വലുതാക്കണം. ഈ കോർണറിൽ വെച്ചിട്ട് ആദ്യത്തെ ഈ ബ്രോഷറിന് ഞാനൊന്ന് വലുതാക്കി ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുത്തു. ഇതെന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ള എലമെൻറ്റ്സുകളൊക്കെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിലുള്ള ലോഗോയും നമ്മുടെ ലോഗോയും ഒന്ന് സൈസൊക്കെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു വയലറ്റ് നമ്മൾ അടിയിൽ ആഡ് ചെയ്ത ഒരു വയലറ്റ്
റൗണ്ട് ഷേപ്പ് ഒന്ന് കൂടി വലുതാക്കി കൊടുക്കണം. അതിന് മാച്ചാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഇനി സൈഡിൽ ആഡ് ചെയ്ത ആ ഒരു കോർണറിൽ ആഡ് ചെയ്ത ഒരു ഡിസൈൻ അതൊന്നും കൂടി ഞാനൊന്ന് കുറച്ചും കൂടി വലുതാക്കി കൊടുക്കണം, മറ്റതിൻ്റെ അതേ ഒരു സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഏകദേശം ഞാൻ ഒന്ന് മാച്ചാക്കി കൊടുത്തു. ഇത് ഞാൻ ഈ പോസ്റ്റർ അങ്ങോട്ട് ഒന്ന് മാറ്റി വേറെ സൈഡിൽ വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നാളെ ബാക്കി പറയാം കേട്ടോ. ഇനി ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ വേറെ എലമെൻറ്റ്സുകൾ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിൻ്റെയും എലമെൻറ്റ്സുകൾ ആഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.